പിന്നെ ജിമ്മിൽ പോയിട്ട് വന്നിട്ടുള്ള പിന്നെ എൻ്റെ ജോലികൾ എന്തിനാണെന്ന് നോക്കാമല്ലേ. അപ്പം അമ്മ എന്തായാലും തലേദിവസം വാങ്ങിച്ചുകൊണ്ടുവന്ന മാങ്ങ എല്ലാം രാവിലെ അച്ചാറിട്ടായിരുന്നു. കിടക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചായിരുന്നു. പിന്നെ രാവിലെ കാപ്പി ഉണ്ടാക്കിയതും ഉച്ചക്കത്തെ ഊണുണ്ടാക്കിയതും എല്ലാം അതിൻ്റെ പാത്രങ്ങളാണ്. അത് നല്ലോണം വാഷ് ചെയ്ത് ഇത്തിരി തോനെ കാണും. അപ്പോൾ പിന്നെ അതെല്ലാം നല്ല വൃത്തിക്ക് കഴുകി വയ്ക്കണം. രാവിലെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേവിപ്പെല്ലാം ഒതുങ്ങി കാണും. പിന്നെ ഈ ഒതുക്കൽ, പറക്കൽ, തുണി കഴുകൽ അങ്ങനെയുള്ള കുറച്ച് ജോലികളായിരിക്കും. അപ്പോൾ പിന്നെ നല്ലോണം തിട്ടപ്പുറമൊക്കെ നല്ല വൃത്തിക്ക് തുടച്ച് അവിടെ വെള്ളം പോവും. അതുകൊണ്ടാണ് തുണി അങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ വാഷിംഗ് മെഷീൻ റൂമിനകത്താണ് വെച്ചേക്കുന്നത്. വെളിയിൽ വയ്ക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ റൂമിൽ അങ്ങനെ ആരും കിടക്കത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ അവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത്. അവിടെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ട് ഇപ്പോഴത്തേക്കും പിന്നെ തൂത്തൊക്കെ ഇറക്കി വൃത്തിയാക്കി ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വേണം മോനെ ഉറക്കാൻ. അവൻ്റെ കൂടെ പിന്നെ കുറച്ച് നേരം കളിച്ച് ചിരിച്ചിരുന്ന് അവനെ ഉറക്കി ഞാനും ഉറങ്ങും. പിന്നെ നമ്മളൊരു 1 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചാണ് ഫുഡ് കഴിക്കും. ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. പിന്നെ മോൻ വന്നുകൊണ്ട് പകുതിയൊക്കെ ഒരു ആശ്വാസമുണ്ട്. മുമ്പ് ഡെലിവറി കഴിയുന്നതിന് മുമ്പ് പിന്നെ ഒറ്റയ്ക്കായിരുന്നു. 7 വർഷം അങ്ങനെ തന്നെയായിരുന്നു. അതൊക്കെ അവിടെ കിട്ടി. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കുക.